നമ്മുടെ സാഹചര്യങ്ങൾ അറിയാതെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, നമ്മളെ പിന്നോട്ട് വലിക്കുന്നവരുമുണ്ടാകാം. അതിലൊന്നും തളരാതെ മുന്നോട്ടു പോയ ഒരു കുടുംബത്തെ മികച്ച രീതിയിൽ പരിപാലിക്കാൻ സംരംഭത്തിലൂടെ ഇടം കണ്ടെത്തിയ തസ്ന നൗഫലാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം തസ്ന, ന്യൂസ് 3ലേക്ക്. എനിക്ക് തോന്നുന്നു തസ്ന, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതൊന്ന് തിരുത്തി. ഒരു കുടുംബത്തെ അല്ല, അനേകം കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങായി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നമുക്ക് ആ കഥ ആദ്യം മുതൽ തുടങ്ങാം. തസ്നയെ അറിയാത്തവർക്കായി. തസ്നയെ അറിയുന്നവർക്ക് അറിയാമെങ്കിലും ഒരുപാട് പേർക്ക് ഇനിയും അറിയാനുണ്ട്, പ്രചോദനമാകാനുണ്ട്. തസ്ന എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നത്? എന്താണ് തസ്നയുടെ കഥ? ഇതിലേക്ക് ഞാൻ വന്നതെന്ന് വെച്ചാൽ ഒരു എത്തിപ്പെട്ടതാണ് ശരിക്കും. കാരണം ഒന്നും അറിയാൻ പാടില്ലാതെ, അല്ലെങ്കിൽ ഒറ്റക്കൊന്നും പുറത്തു പോലും പോകാൻ പറ്റാത്തൊരു ആ ഒരു രീതിയിലാണ് ജീവിച്ചു വന്നിരുന്നത്. അത്രയും പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്ന. പക്ഷെ പെട്ടെന്നൊരു സമയത്ത് ഹസ്ബൻഡിനൊന്ന് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. പറഞ്ഞ ജോലിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ അവിടെ പെട്ടുപോയി ആളവിടെ. പെട്ടുപോയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു അങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിച്ചു ഇത്. 2 പിള്ളേരുണ്ടായിരുന്നു എനിക്ക്. പിള്ളേരെ വളർത്താനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടത്താനോ ഒന്നിനും എനിക്ക് എല്ലാത്തിനും എനിക്ക് അതായത് എന്റെ പാരന്റ്സിനെയും ഹസ്ബൻഡിന്റെ പാരന്റ്സിനെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ 1-2 മാസം ഞാൻ അങ്ങനെ കടിച്ചു തൂങ്ങി. പക്ഷെ പിന്നീട് അത് അവർക്കും ഒരു ബുദ്ധിമുട്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ എനിക്ക് എന്തെങ്കിലും സ്വയം ചെയ്തേ പറ്റുള്ളൂ. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ എന്റെ മക്കളെയും കൊണ്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ വരെ എത്തിയപ്പോൾ എനിക്ക് നിൽക്കക്കളിയില്ല. ഞാൻ ചെയ്തേ പറ്റുള്ളൂ. പുറത്ത് ജോലിക്ക് പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. പിള്ളേർക്ക് 5-3 വയസ്സായിരുന്നു. അപ്പൊ അവരെ ഇട്ടിട്ട് ജോലിക്ക് പോകുക എന്നുള്ളത് വളരെ ടാസ്ക് ആണ്. അതുകൊണ്ടിട്ട് എനിക്ക് അത് പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ പള്ളുരുത്തിയിൽ ഒരുപാട് യൂണിറ്റ്സുകൾ ഉണ്ട്. ഇങ്ങനെ നൈറ്റി സ്റ്റിച്ച് ചെയ്യണ ഒരുപാട് യൂണിറ്റ്സുകൾ ഉണ്ട്. അങ്ങനെ ഒരു യൂണിറ്റില് തൽക്കാലം ഞാൻ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചാണ് ആദ്യം അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവരുടെ റേറ്റും കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് അതുകൊണ്ടിട്ട് എൻ്റെ ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് എറണാകുളത്ത് ചെല്ലുവാണ്. എറണാകുളത്ത് ചെന്നിട്ടാണ് സ്റ്റിച്ചിങ്ങിന് തന്നെ ഒരു യൂണിറ്റ് തുടങ്ങാം എന്ന രീതിയിൽ സ്റ്റിച്ചിങ്ങിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എറണാകുളത്ത് ചെന്നു. എറണാകുളത്ത് ചെന്നപ്പോൾ അവിടെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളും വർക്ക് തരില്ല, അല്ലെങ്കിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വേണം. അങ്ങനെ കുറെ കണ്ടീഷൻസ് വെച്ചപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെയും എന്റെ ബാധ്യതകൾ അല്ലെങ്കിൽ ഓരോ ദിവസം തള്ളി നീക്കേണ്ട എന്റെ ബുദ്ധിമുട്ട് ഓർത്തപ്പോൾ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ പിന്നെയും രണ്ടാമത് എറണാകുളത്ത് ചെന്നു. അവിടെ ചെന്നിട്ട് ഇങ്ങനെ എനിക്ക് സ്റ്റിച്ചിങ്ങിന് എന്തെങ്കിലും വർക്ക് തരണം എന്ന് പറഞ്ഞ് സ്റ്റിച്ചിങ്ങിന്റെ വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവസാനം ഒരു കടയിൽ നിന്ന് എനിക്ക് വർക്ക് കിട്ടി. ഞാൻ ആ വർക്ക് കൊണ്ടിട്ട് തുടങ്ങിയതാണ്. അത് തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്റ്റിച്ചിങ്ങിന്റെ ബേസിക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും കാര്യമായിട്ട് അറിയില്ല. യൂട്യൂബ് നോക്കി ഞാൻ സ്റ്റിച്ചിങ് ബേസിക് ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കടയിൽ നിന്ന് സ്റ്റിച്ചിങ് വർക്ക് എടുത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ചെയ്തു തുടങ്ങി മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നു. ഞാൻ പതുക്കെ ഞാൻ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പിള്ളേരുടെ കാര്യങ്ങളും നോക്കണം, എന്റെ കാര്യങ്ങളും നോക്കണം. അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ അവരുടെ അടുത്ത് അവൈലബിളും ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് എല്ലാം ഞാൻ അനുഭവിച്ചു, കേട്ടു. അതാണ്, അതിനെക്കുറിച്ച് കേൾക്കണം. കാരണം ഇപ്പോഴും അതൊക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മള് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം കരുപ്പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് തസ്ന പറഞ്ഞതുപോലെ തസ്നയുടെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ളൊരു തൊഴിലെന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിന്റെ ബേസിക് സാധനങ്ങൾ അറിയാം എന്നുള്ളതാണ്. പിന്നെ ഒരു സ്കൂട്ടർ, ഒരു 2 വീലറും ഉണ്ട്. അപ്പൊ എനിക്ക് ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോ അങ്ങ് ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിയുമ്പോ അവള് തന്റേടിയായി, അല്ലെ, അവള് തന്നിഷ്ടക്കാരിയായി. അതിനെക്കുറിച്ച് പറയൂ, ആ അനുഭവങ്ങളെ കുറിച്ച് പറയൂ. ഞാൻ എന്റെ അടുത്ത് മെയിൻ ആയിട്ട് ഒരു 2 വീലറാണ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ 2 വീലറിന് ഇത് 2016 ആ ടൈമിലാണ് ഞാൻ ഈ യൂണിറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങണത്. ഇറങ്ങണ സമയത്ത് ലേഡീസ് ഇങ്ങനെ 2 വീലർ ഓടിച്ച് ഒരുപാടൊന്നും പോപ്പുലർ ആയിട്ടില്ല. അങ്ങനെ ഓടിക്കണവര് തന്നെ ഓൾറെഡി മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കാരിയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ടൈമില്. പിന്നെ പ്രത്യേകിച്ച് ഭർത്താവ് ഗൾഫിലാണ്. പ്രവാസികളുടെ ഭാര്യമാര് വീട്ടിലിരുന്നാൽ തന്നെ നാട്ടുകാര് പലതും പറഞ്ഞുണ്ടാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഭർത്താവിന് അവിടെ ജോലിയില്ല, ഭക്ഷണമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇവള് ഈ വണ്ടിയായിട്ട് ഡെയിലി എറണാകുളത്ത് പോകുന്നു, വരുന്നു. അങ്ങനെ കുറെ ഞാൻ കേൾക്കുകയും കേൾക്കാതെയും ആൾക്കാർ പറഞ്ഞു തുടങ്ങി, നീ എന്തിനാണ് എറണാകുളത്ത് പോണത്, നിനക്ക് വീട്ടിലിരുന്നാ പോരെ, നിന്റെ പാരന്റ്സ് നോക്കില്ലേ, അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡിന്റെ പാരന്റ്സ് നോക്കില്ലേ. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു.
ഞാൻ അറിയണവരും എന്റെ ഫ്രണ്ട്സ് വരെ എന്നോട് ചോദിച്ചു, നീ അത് പോകേണ്ട, ആളുകൾ അങ്ങനെ പറയുന്നു, ആളുകൾ ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകളൊന്നും എന്റെ മക്കളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിനൊരു വഴി അവർ കണ്ടെത്തി തരില്ല എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം. പക്ഷെ കെയറിങ് ആണല്ലേ, എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി അവിടം വരെ പോകുന്നത്, എന്തിനാണ് ആളുകളെ കൊണ്ട് പറയിക്കുന്നത്? ആ കെയറിങ് ഉണ്ടായിരുന്നു. അതായത് ഭർത്താവ് ഗൾഫിലാണ്, അപ്പൊ അവളത് പുറത്തിറങ്ങാൻ പാടില്ല, അവള് പുറത്തിറങ്ങിയ ആളുകൾ മറ്റൊരു രീതിയിൽ അവളെ കാണും. അതാണ് സമൂഹം ചിന്തിച്ചു കൂട്ടണത്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ നമ്മളത് തരണം ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് വീടിനകത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല. വീടിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങൾ, നമുക്ക് പാരന്റ്സിനെ ആശ്രയിക്കേണ്ട കാര്യങ്ങൾക്ക് പാരന്റ്സിനെ ആശ്രയിക്കണം. അതല്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. നമ്മുടെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ദർശന. ഇന്ന് നമ്മൾ 79ാമത്തെ സ്വാതന്ത്ര്യദിന നിറവിലിരിക്കുകയാണ് അല്ലെ. അതൊക്കെ പറയുമ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ അറിയാതെ ഒരു അതിർവരമ്പ് വെച്ചിട്ടുണ്ട്, അതിൽ തട്ടി പലപ്പോഴും നമ്മൾ നിൽക്കേണ്ടി വരും അല്ലെ. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മള് ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരുപാട് കണ്ണുകളാണ്. ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ, നീ എന്തിന് ഒരു 6 മണി കഴിഞ്ഞാൽ നീ എന്തിനു പോയി, നീ ആർക്ക് വേണ്ടി പോയി, നീ എന്തിനാ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മുമ്പിലേക്ക് ഇന്നും വരുന്നത്. ഇപ്പൊ 2025 ആയെങ്കിൽ പോലും ഇന്നും ആളുകൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. എന്തിനാ, നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരില്ലേ, നിന്റെ വീട്ടുകാരില്ലേ, ബ്രദറില്ലേ, സിസ്റ്ററില്ലേ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാ ചോദിക്കണത്. പക്ഷെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ഇറങ്ങണം. അതിന് മറ്റൊരാള് നമ്മളെ പഴി പറയണതോ ഒന്നും നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് വരെ പറഞ്ഞു, കാരണം മോളിങ്ങനെ ഇറങ്ങല്ലേ, ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അത് പറയും, നാട്ടുകാർ നിന്നെ മോശം പെണ്ണായിട്ട് ചിത്രീകരിക്കും. പക്ഷെ അവരോടൊക്കെ ഞാൻ ഇതേ പറഞ്ഞോളൂ, കാരണം എനിക്കും എന്റെ മക്കൾക്കും ജീവിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങിയേ പറ്റൂ. അത് മാത്രമല്ല, തസ്നയുടെ മനസ്സിലൊരു ഏറ്റവും വലിയൊരു തീ ഉണ്ടായിരുന്നത് ഭർത്താവ് അവിടെ പോയി കബളിപ്പിക്കപ്പെടുന്നു, അവരെ എങ്ങനെയെങ്കിലും അല്ലെ, ആ കുറ്റക്കാരെ എങ്ങനെയെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു തീ കൂടി ഉണ്ട്. അതിനെ കുറിച്ച് പറയും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വേണ്ടപ്പെട്ടത് എന്റെ ഭർത്താവും കുട്ടികളും തന്നെയാണ്. അപ്പോ എനിക്കിവിടെ എന്താ പറയാ, എനിക്കിവിടെ എന്റെ മക്കളുണ്ടെങ്കിലും ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടായി തന്നെ നിൽക്കുമ്പോഴാണ് പുള്ളിക്ക് ഒട്ടും നാട്ടിലേക്ക് വരാൻ പറ്റില്ല. കൊണ്ടുപോയ ആള് നാട്ടിൽ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കണുണ്ട്. അവരുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് കാര്യം പറഞ്ഞിട്ടും പുള്ളിയെ നാട്ടിലെത്തിക്കാനുള്ള ഒരു മുൻകൈ എടുക്കുന്നില്ല. അവസാനം എന്റെ മുമ്പിൽ നിയമത്തിന്റെ വഴി നമുക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് എന്നെ പോലെ തന്നെ ഒരു 10-12 പേരോളം പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറ്റിക്കപ്പെട്ട എല്ലാവരും കൂടിയാണ് കേസ് കൊടുത്തെങ്കിലും അവസാന നിമിഷം എല്ലാവരും പിന്മാറി. ആരും കേസ് കൊടുക്കണില്ല, വരട്ടെ, വന്നോളും, 2 വർഷം കഴിയുമ്പോ വരും എന്ന് പറഞ്ഞെങ്കിലും ഓരോ ദിവസവും അവിടെ ഭക്ഷണം പോലും കിട്ടാതെയാണ് എന്റെ ഹസ്ബൻഡ് അവിടെ കഴിച്ചു കൂട്ടിയത്. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് അന്നൊക്കെ ഫോൺ ചെയ്യുമ്പോ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ ഇറങ്ങുവാണ് എന്ന് ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇറങ്ങുവാണ്, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നിങ്ങളെ അങ്ങനെ ആക്കി. ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഓരോ ദിവസം വിളിക്കുമ്പോഴും ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതുള്ളത് എന്റെ ഒരു വാശിയാണ്. കാരണം നമ്മുടെ കുറെ കാശും കൊണ്ട് നമ്മുടെ ഹസ്ബൻഡിനെയും കൊണ്ട് അവിടെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ ഇറങ്ങും, എനിക്ക് ഇറങ്ങട്ടെ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. കാര്യം ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, നീ ഇറങ്ങിക്കോ, നീ ആരെയും വകവെക്കേണ്ട, കാരണം ഒരു നാട്ടുകാരെയും വകവെക്കേണ്ട, നിനക്ക് മക്കളെ വളർത്താനുള്ള രീതിക്ക് നിനക്ക് പറ്റണ ജോലി എന്താണോ ആ ജോലിക്ക് നിനക്ക് പോകാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ കേസ് കൊടുത്ത് ഈ കൊണ്ടുപോയ ആളെ അവസാന സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് അവിടെ ഇരുന്ന SI വരെ എന്റെ അടുത്ത് പറഞ്ഞു, മോളെ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് കേസാക്കണമെങ്കിൽ 14 ദിവസം പുള്ളി റിമാൻഡ് ചെയ്യപ്പെടും, അല്ലാണ്ട് ഹസ്ബൻഡിനെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞത്, ഹസ്ബൻഡിനെ ഇങ്ങോട്ട് എത്തിക്കാൻ ഇനിയും 2-3 മാസങ്ങൾ എടുക്കും, എങ്കിൽ പോലും ഈ കൊണ്ടുപോയ ആള് ഒരു 14 ദിവസമെങ്കിലും ജയിലിൽ കിടന്നു കഴിഞ്ഞാല് ഇനി ഒരാളവൻ പറ്റിക്കാൻ ഒന്ന് പേടിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഫൈറ്റ് ചെയ്ത് പുള്ളിയെ കേസ് കൊടുത്ത് പുള്ളിയെ ജയിലിലാക്കി 14 ദിവസം പുള്ളിനെ റിമാൻഡ് ചെയ്തു. എന്നിട്ട് ഒരു 6 മാസത്തിൽ പിന്നെയും ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് തിരിച്ചു നാട്ടിലേക്ക് എത്തിയത്. അന്ന് വരുമ്പോ എന്തായിരുന്നു നിങ്ങളുടെ ഒരു കൂടിക്കാഴ്ച? തിരിച്ചു വരുമോ എന്ന്
പോലും അറിയില്ല. വല്ലാത്തൊരു അവസ്ഥ. കുറെ നാൾ അതെ, ഭക്ഷണം തിരിച്ച് കഴിക്കാതെ. വരുമോന്ന്. കാരണം ഇവിടെ ഇരുന്ന് ഞാനും അവിടെ ഇരുന്ന് എന്റെ ഹസ്ബൻഡും മരണത്തെ കുറിച്ച് വരെ ചിന്തിച്ചു. കാരണം ഇനി നമുക്ക് ഒരിക്കലും തിരിച്ച് ഒരുമിച്ച് കാണാൻ പറ്റില്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരെ വന്നു. ഉം, രണ്ടുപേരും മരിച്ചാലോ എന്ന് വരെ തീരുമാനിച്ച ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. ഉം, അതിൽ നിന്നൊക്കെ എന്താ പറയാ, ഇപ്പൊ പുള്ളിനെ ജയിലിലാക്കിയോണ്ട് പുള്ളിയുടെ കൂടെ ഉള്ളവർ കൂടി സഹകരിച്ചിട്ടാണ് ഉം, എന്റെ ഹസ്ബൻഡിനെ കാരണം നാട്ടിലെത്തിച്ചത്. ഉം. അപ്പൊ ഒരു അങ്ങനെയാണ് ഊർജം പുള്ളി കിട്ടി അല്ലേ തസ്ന? നാട്ടിലേക്ക്. എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഊർജം കിട്ടി. തീർച്ചയായും തീർച്ചയായും എനിക്ക് കാരണം യൂണിറ്റ് തുടങ്ങിയപ്പോൾ തന്നെ അതിലും നമ്മുടെ ഓരോരുത്തർക്കും നമ്മൾ മെയിനായിട്ട് ഈ പീസസ് കട്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുവാണ്. വീട്ടിൽ ഇത് എന്നെ പോലെ തന്നെ പുറത്തൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് മാം. ഉം, അതായത് പിള്ളേരെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തത്, അവനവന്റെ ആവശ്യങ്ങൾക്ക് പോലും ഭർത്താവിന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരുപാട് സ്ത്രീകളുണ്ട്. ഉം, അപ്പൊ അവർക്ക് ഒരു വരുമാന മാർഗം എന്ന രീതിയിലാണ് ഞാൻ എന്റെ യൂണിറ്റിൽ കുറച്ച് പീസസ് അധികമായപ്പോൾ ഞാൻ പുറത്ത് കൊടുക്കണം എന്നൊരു തീരുമാനം വന്നപ്പോഴും ഞാൻ അങ്ങനെയുള്ളവരെയാണ് കൺസിഡർ ചെയ്തത്. ഉം, ഉം, അപ്പൊ അവർക്ക് കൊണ്ടുപോയി പീസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് സ്റ്റിച്ച് ചെയ്തതിന്റെ കൂലി കൊടുക്കുമ്പോൾ പലരും നിറകണ്ണുകളോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ മോളൊരു ഡ്രസ്സ് പറഞ്ഞത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി, അല്ലെങ്കിൽ എന്റെ മോനിക്ക് ഇന്ന കളിപ്പാട്ടം വാങ്ങിക്കാൻ പറ്റി. ഒരു മാസത്തെ ഇപ്പൊ കൊറോണ ടൈമിലൊക്കെ ഹസ്ബൻഡിനെ എനിക്ക് സഹായിക്കാൻ പറ്റി, ഒരു 1000 രൂപയെങ്കിലും എനിക്ക് ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റി എന്നൊക്കെ അവരെന്നോട് പറയുമ്പോൾ അവരെക്കാൾ കൂടുതൽ എനിക്കാണ് അത് സന്തോഷം. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ എത്ര പേരുണ്ട് നമ്മള് തസ്ന? ഇപ്പോ നമ്മളെ നമുക്ക് പറ്റില്ല. കട്ട് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരുന്ന എത്ര പേരുണ്ട് തസ്നയുടെ കീഴില്? എന്റെ അടുത്ത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ്. നമുക്ക് തയ്ച്ചു തരാനായിട്ട് ഒരു 10-20ഓളം സ്ത്രീകളുണ്ട് വീടുകളിൽ ഇരുന്ന് തയ്ക്കുന്നത്. ആ പ്രദേശത്ത് തന്നെ ഉള്ളവരാണോ എല്ലാം? അതെ അതെ, നമ്മുടെ പള്ളുരുത്തി ഏരിയയിൽ തന്നെ ഉള്ളവരാണ്. അവർക്കെല്ലാം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ തന്നെ പോയി കളക്ട് ചെയ്യും. തസ്നയുടെ കൂടെ സഹായത്തിന് ഇപ്പൊ ആരൊക്കെയാണ് ഉള്ളത്? അപ്പൊ അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. കൂടെ ഈ തുണി കൊടുക്കാനും മറ്റുമൊക്കെ എന്റെ ഹസ്ബൻഡാണ് എന്റെ കൂടെ എല്ലാത്തിനും ഉള്ളത്. കാരണം പുള്ളി ഗൾഫിൽ നിന്ന് വന്നപ്പോഴും പിന്നെ ഒരു ജോലി നോക്കാം എന്നുള്ള കാര്യങ്ങള് ഞാനത് വിട്ടു. ജോലിയെ നോക്കണ്ട എന്ന് തന്നെ എനിക്ക് പറയണമായിരുന്നു. കാരണം അത്രയും വർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ ഒന്ന് സഹായത്തിന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് നിന്ന് യൂണിറ്റ് കുറച്ചും കൂടി വലുതാക്കാം എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തു തുടങ്ങി. ഞാൻ കട്ട് ചെയ്യും, കട്ടിങ്, പിന്നെ ബാക്കി ബട്ടൺ അടിക്കല്, മടക്കല്, അങ്ങനത്തെ ബാക്കി പ്രൊസീജിയർ എല്ലാം ഞാൻ ചെയ്യും. കൊണ്ടുപോയി കൊടുക്കല്, എടുത്തുകൊണ്ട് വരല് എല്ലാം എന്റെ ഹസ്ബൻഡാണ് ചെയ്തിരുന്നത്. ഈ പറഞ്ഞ പോലെ തയ്യലൊന്നും അറിയാത്ത ഹസ്ബൻഡ് ഇപ്പൊ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം പുള്ളിയും പഠിച്ച് എന്റെ കൂടെ തന്നെ നിൽക്കുന്നു. ആ ഒരു മാറ്റം എങ്ങനെയാണ് തസ്നയ്ക്ക് ഫീൽ ചെയ്യുന്നത്? അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ മരണം മുന്നിൽ കണ്ട കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് കണ്ട അവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന പോലെ ഇപ്പോൾ നമുക്ക് വരുമാനം വരുന്നുണ്ടല്ലേ? അതെ അതെ, അത് മെയിൻ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അതായത് ഞാൻ എന്റെ ആദ്യത്തെ സിറ്റുവേഷനില് എന്റെ പല ഫ്രണ്ട്സും എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കോള് പോലും അറ്റൻഡ് ചെയ്യാതിരുന്നൊരു സമയമുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വേണ്ടപ്പെട്ട പലരും നമ്മുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറി. പക്ഷെ ഇന്നിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം അവർക്ക് ഉണ്ടെങ്കിൽ ആദ്യം വിളിക്കണത് എന്നെയാണ്. അതൊരു വലിയൊരു കാരണം നമ്മളെ വേണ്ടാന്ന് പറഞ്ഞൊരു സമയത്ത് നമ്മൾ ഒഴിവാക്കിയവര് പോലും അവരുടെ ഒരു മെയിൻ ആവശ്യം വരുമ്പോ ആദ്യം എന്നെ വിളിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം, ഞാനത് ചെയ്യട്ടെ എന്ന് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. മനസ്സിൽ എന്താണ് തോന്നുന്നത് തസ്നയ്ക്ക്? ഒരു മധുര പ്രതികാരമൊക്കെ തോന്നുവോ? തീർച്ചയായും നമ്മളെ വിളിച്ച ഓരോ പറയുമ്പോൾ നമുക്ക് സത്യമായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നും, എന്നെ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയും. കാരണം എല്ലാവരുടെയും മുമ്പിൽ തല കുമ്പിട്ട് നിന്നൊരു സമയത്തിൽ നിന്ന് ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ വിൽപ്പനയും നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ കാര്യങ്ങളും പറയാം? എന്തൊക്കെയാണ് പ്രധാനമായിട്ടും തയ്ച്ചു കൊടുക്കുന്നത്? എന്തൊക്കെയൊക്കെയാണ് ആവശ്യക്കാരേറെ നിങ്ങളുടെ? നമ്മൾക്ക് മെയിൻ ആയിട്ട് നമ്മൾ ബൾക്കായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ചെയ്യണത്. ഹോൾസെയിൽ ആയിട്ട് കൊടുക്കണ ബൾക്ക് സ്റ്റിച്ചിങ് ആണ് ചെയ്യണത്. നൈറ്റി ഫ്രോക്ക്, പിന്നെ കുർത്തി, ഇങ്ങനത്തെ ഈ 3 ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണത്. ബൾക്കായിട്ട് ഒരു മിനിമം ക്വാണ്ടിറ്റി നമുക്കുണ്ട്. ആ ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് നമുക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നമ്മൾ കട്ടിങ്, സ്റ്റിച്ചിങ്, ഫോൾഡിങ് എല്ലാം കഴിഞ്ഞ് ഫുൾ ഫിനിഷ്ഡ് പീസ് ആയിട്ട് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് സെയിൽ ഇല്ല.
നമ്മൾക്ക് നമ്മുടെ അടുത്ത് വരണമെന്ന് വെച്ചാൽ ഓരോ ബൊട്ടിക്ക് നടത്തണവര്, അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പ് നടത്തണവര്, അതല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ട് ഷോപ്പ് നടത്തണ ആളുകൾ, ഇവരാണ് നമ്മുടെ അടുത്ത്. അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള മോഡൽസ്, അവരതനുസരിച്ചുള്ള കളേഴ്സ്, അതനുസരിച്ചുള്ള സൈസസ്, അതാണ് അവര് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ അവർ തരുന്ന മോഡലും ചെയ്തു കൊടുക്കും. ഇൻ കേസ് ഇനി ഞങ്ങളായിട്ട് മോഡൽ ഉണ്ടാക്കി അവർക്കും അത് ചെയ്തു കൊടുക്കും. ശരി തസ്ന, എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. തസ്നയെ വിളിച്ചത് തസ്നയെ പോലെ ഒരു ഇത് ചെയ്യണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് തട്ടി നിൽക്കുന്ന, എവിടെയെങ്കിലുമൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ തസ്ന എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി, എല്ലാവിധ ആശംസകളും. യൂണിറ്റിന് ഒരുപാട് കാലം മുന്നോട്ട് പോകാനാകട്ടെ. ഈ താങ്കളെ ആശ്രയിച്ച് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇനിയും സഹായം നൽകും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇടവേള.